ഡിജിറ്റൽ യുഗത്തിലും വായനയുടെ വസന്തം തീർക്കുകയാണ് വളാഞ്ചേരി സ്വരാജ് ലൈബ്രറി. മാറുന്ന കാലത്തിനൊപ്പം കോലം മാറിയും സാങ്കേതികവിദ്യയെ നെഞ്ചേറ്റിയും വായനാ ദിനത്തിൽ ശ്രദ്ധേയമാവുന്ന സ്വരാജ് ലൈബ്രറിയുടെ വിശേഷങ്ങളിലേക്ക്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ ഡിജിറ്റൽ യുഗത്തിലും അറിവിൻ്റെയും വായനയുടെയും വലിയൊരു ലോകം തുറന്നിട്ട് വായനക്കാരെ ആകർഷിക്കുകയാണ് വളാഞ്ചേരി സ്വരാജ് ലൈബ്രറി. വെറുമൊരു നഗരസഭാ ലൈബ്രറി എന്നതിനപ്പുറം വളാഞ്ചേരിയുടെയും അയൽപ്രദേശങ്ങളിലെയും വായനാപ്രേമികളുടെ പ്രധാന ആശ്രയമാണിന്ന് സ്വരാജ് ലൈബ്രറി. നിലവിൽ 10,000-ഓളം പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരം ഇവിടെയുണ്ട്. വളാഞ്ചേരി മുനിസിപ്പാലിറ്റി പരിധിയിലുള്ളവർ മാത്രമല്ല, വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവരുൾപ്പെടെ 1500-ലധികം സജീവ മെമ്പർമാരാണ് ഈ ലൈബ്രറിയിലുള്ളത്. കാലത്തിനനുസരിച്ച് പൂർണ്ണമായും ആധുനിക രീതിയിൽ നവീകരിച്ച ലൈബ്രറിയിൽ വായനക്കാർക്കായി അത്യാധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മെമ്പർഷിപ്പ് കാർഡിലുള്ള QR കോഡ് സ്കാനർ സംവിധാനമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ലൈബ്രറിയിൽ പോകാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് മൊബൈലിലൂടെ തങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ തിരയുവാനും അവ ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തുവാനും ഈ സാങ്കേതിക വിദ്യയിലൂടെ വായനക്കാർക്ക് സാധിക്കുന്നു. ദിവസേന എത്തുന്ന 12ഓളം വിവിധ പത്രങ്ങളും 25ഓളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായനശാലയെ സജീവമാക്കുന്നുണ്ടെന്ന് 19 വർഷമായി ലൈബ്രറിയനായി സേവനമനുഷ്ഠിക്കുന്ന നൂറുൽ ആബിദ് നാലകത്ത് പറഞ്ഞു. വളാഞ്ചേരിയുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായി പ്രവർത്തിക്കുന്നതാണ് വളാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറി. നമുക്കറിയാം, വളാഞ്ചേരി പഞ്ചായത്തായിരുന്ന സമയത്ത് അന്നത്തെ പ്രസിഡന്റായിരുന്ന CH അബൂയൂസുഫ് മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് പുരസ്കാരം, ആ സ്വരാജ് പുരസ്കാരം കിട്ടിയ തുക കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ലൈബ്രറി. അന്നാണ് ഇതിന് സ്വരാജ് ലൈബ്രറി എന്നുള്ള പേരിട്ടത്. അതിനുശേഷം വരുന്ന ഭരണകർത്താക്കളൊക്കെ ലൈബ്രറിയിലേക്ക് പുസ്തകം വാങ്ങിക്കുന്നതിനും മറ്റിതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഫണ്ട് ചിലവഴിക്കാറുണ്ട്. ഈ സാംസ്കാരിക കേന്ദ്രം നിലനിർത്തുന്നതിനൊക്കെ ഓരോ ഭരണസമിതികളും അവരുടേതായ പങ്ക് നിർവഹിക്കാറുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഇത് ആധുനിക രീതിയിൽ നവീകരിച്ച് ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകൾ നടക്കം, വളാഞ്ചേരി നഗരസഭ മാത്രമല്ല, തൊട്ടടുത്ത പഞ്ചായത്തുകൾ നടക്കം എടയൂര്, ഇരുമ്പിളിയ, മാറാക്കര, പാലക്കാട് ജില്ലയിൽ തിരുവേപ്പുറ, മൂർക്കനാട്, വളവന്നൂർ, അങ്ങനെ അടക്കമുള്ള പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ധാരാളം വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റ് സാധാരണക്കാരൊക്കെ ഈ ലൈബ്രറിയിൽ അംഗത്വമെടുക്കുന്നുണ്ട്. ഇതിലൂടെ മെമ്പർമാരാണ് 1500-ലധികം മെമ്പർമാരും. അതോടൊപ്പം തന്നെ 10,000-ഓളം പുസ്തകങ്ങൾ, 12ഓളം പത്രങ്ങൾ, 20ഓളം ആനുകാലികങ്ങൾ അടക്കമുള്ള എല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് വായനക്കാർക്കായിട്ട്. ഇതിൻ്റെ പ്രവർത്തന സമയം വരുന്നത്, ഇത് പാർട്ട് ടൈം ലൈബ്രറി ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. 3:30 മുതൽ 7 മണി വരെയാണ്. നമുക്കറിയാം, വായനക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പോൾ പല വിദ്യാർത്ഥികളും രാവിലെ പഠിക്കുന്ന, ഇവിടെ കോളേജിൽ ഉച്ചയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർ മെമ്പർഷിപ്പ് എടുക്കാൻ വരുമ്പോൾ അവരവിടെ പ്രയാസം പറയാറുണ്ട്. അപ്പോൾ നമ്മൾ അവരോടൊക്കെ പറയാറ്, രാവിലെ വരുന്ന ആളുകൾക്ക് ആ സമയത്ത് നമ്മൾ വായിക്കാൻ വരുന്ന ആളുകൾക്ക് അവർ വരുന്നതിനനുസരിച്ച് നമ്മൾ പുസ്തകം കൊടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്താറുണ്ട്. അതോടൊപ്പം തന്നെ 3:30-ക്ക് ശേഷം 7 മണിയാണെങ്കിലും പല ആളുകളും തൊഴിലൊക്കെ കഴിഞ്ഞ് അധ്യാപകരായിക്കോട്ടെ മറ്റ് തൊഴിലാളികളായിക്കോട്ടെ ഇവിടെ വരുമ്പോൾ അവർക്കിരുന്ന് വായിക്കാൻ പത്രങ്ങൾ, ഈ 12ഓളം പത്രങ്ങളൊക്കെ വായിക്കാനുള്ള സമയം ചിലപ്പോൾ നമ്മൾ 7 മണി എന്നുള്ളത് 8 മണി, 9 മണി, 10 മണി വരെ ഒക്കെ നമ്മൾ ലൈബ്രറി ക്ലോസ് ചെയ്യേണ്ട സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. പുതിയ തലമുറ ഈ മൊബൈൽ ഫോണിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒതുങ്ങിയിരിക്കുകയാണ് ഒക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന രക്ഷിതാക്കളോടും സമൂഹത്തോടും എനിക്ക് പറയാം, നിങ്ങൾ ലൈബ്രറി സന്ദർശിക്കുക, ഇവിടെ വരുന്ന കുട്ടികളെ കാണുക. അവർ വായനയിലൂടെ പല മേഖലയിലെത്തിയ ആളുകൾ, നമുക്കറിയാം ലൈബ്രറി കേന്ദ്രീകരിച്ചുള്ള ആളുകൾ സിനിമാ മേഖലയിലുണ്ട്, സിനിമാ സംവിധായകരുണ്ട്, മറ്റ് നാടക പ്രവർത്തകരുണ്ട്, വലിയ വലിയ എഴുത്തുകാരുണ്ട്. ലൈബ്രറി കേന്ദ്രീകരിച്ച് നമ്മൾ ഒരു എഴുത്തുകാരുടെ കൂട്ടായ്മ, ഒരു പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിച്ച എഴുത്തുകാരുടെ കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 25ഓളം എഴുത്തുകാർ ഈ ലൈബ്രറി കേന്ദ്രീകരിച്ചുള്ള എഴുത്തുകാരുണ്ട്. പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വിവിധ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ലൈബ്രറിക്ക് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പുസ്തകങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ തിരയാൻ കഴിയും. നമുക്ക് അംഗത്വമെടുക്കുന്ന ആളുകൾക്ക് ഒരു കാർഡ് ഇഷ്യൂ ചെയ്യും. ആ കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് പുസ്തകമാണോ നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകം ഈ ലൈബ്രറിയിൽ ഉണ്ടോ എന്നുള്ളത് അതുവഴി പരിശോധിക്കാൻ കഴിയും. അങ്ങനെയുള്ളൊരു നമ്മുടെ ജില്ലയിൽ തന്നെ ഉള്ളൊരു ലൈബ്രറിയാണിത്. അത് കഴിഞ്ഞ ഭരണസമിതി, നമുക്കറിയാം അഷ്റഫ് അമലത്തിങ്ങലിൻ്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ഭരണസമിതിയാണ് ഈ രീതിയിൽ ആധുനിക രീതിയിൽ നവീകരിച്ചതും ഈ ലൈബ്രറിയെ ഹൈടെക് ലൈബ്രറിയാക്കി മാറ്റിയത്. എയർ കണ്ടീഷൻ സംവിധാനമുള്ള ലൈബ്രറി ഹാൾ വായനക്കാർക്ക് മികച്ചൊരു അന്തരീക്ഷമാണ് സമ്മാനിക്കുന്നത്. പുതിയ കാലത്ത് വായന മരിക്കുന്നു എന്ന് വിലപിക്കുന്നവർക്ക് മുൻപിൽ സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ച് വായനയുടെ പുതിയൊരു വസന്തം തീർക്കുകയാണ് വളാഞ്ചേരി സ്വരാജ് ലൈബ്രറി. ബാബു എടയൂർ, ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.